നിങ്ങൾക്ക് ക്ലീൻ ആയിട്ടുള്ള വിൻഡോസ് എല്ലാം വേണോ? മീൻസ് നമ്മുടെ മൈക്രോസോഫ്റ്റ് കോപ്പൈലറ്റോ എക്സ്ബോക്സ് സോഫ്റ്റ്വെയർസോ ഒന്നും ഉണ്ടാവില്ല. മീൻസ് ടോട്ടലി ക്ലീൻ. മീൻസ് നമ്മുടെ റാം മാക്സിമം കൺസ്യൂം ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ബൂട്ടപ്പ് ടൈം കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ഒന്നുമില്ല. പിന്നെ മൈക്രോസോഫ്റ്റ് അൺവാണ്ടഡ് ആയിട്ടുള്ള എല്ലാ സർവീസസും സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വിൻഡോസിലാണ്. മീൻസ് ചെയ്യാൻ വലിയ പാടൊന്നുമില്ല. നിങ്ങൾക്ക് നോർമൽ നമ്മുടെ വിൻഡോസ്, അതും ജെന്യൂൻ വിൻഡോസ് 11 തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. മീൻസ് ഇത് വേറെ പൈറേറ്റഡോ ക്രാക്ക് ഒന്നല്ല. സംഭവം സെറ്റ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. മീൻസ് നിങ്ങൾക്ക് 3 ഐറ്റംസ് നിങ്ങളുടെ കയ്യിലുണ്ടാവും. ഒന്ന് പെൻ ഡ്രൈവ്, രണ്ടാമത്തത് നിങ്ങളുടെ വിൻഡോസ് 11 ഒരു ISO ഇമേജ്, പിന്നെ നമ്മുടെ റൂഫർ സോഫ്റ്റ്വെയർ. മീൻസ് നമ്മുടെ റൂഫർ സോഫ്റ്റ്വെയർ ഈ സംഭവം ചെയ്യാൻ വേണ്ടി വളരെ 1 ക്ലിക്കിൽ നിങ്ങൾക്ക് റെഡി ആയി കിട്ടും. മീൻസ് നമ്മുടെ റൂഫേഴ്സ് വളരെ അഡ്വാൻസ്. മീൻസ് പണ്ടൊക്കെ അവർ തന്ന ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മൈക്രോസോഫ്റ്റ് ID നമുക്ക് ഡിസേബിൾ ചെയ്യാൻ പറ്റും. മീൻസ് ഇൻസ്റ്റലേഷൻ വീഡിയോ നമുക്ക് നമ്മുടെ മൈക്രോസോഫ്റ്റ് ID കൊടുക്കാത്ത രീതിയിൽ ട്വീക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചർ നമ്മുടെ റൂഫേഴ്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ വിൻഡോസ് 11 ലോ എൻഡ് സിസ്റ്റത്തിൽ മീൻസ് നമ്മുടെ TPMS 2.0 ഇല്ലാതെ റൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചർ അവർ തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇപ്പോൾ തന്നെയാണ് ഫീച്ചറാണ് മീൻസ് നമ്മുടെ ആവശ്യമില്ലാത്ത അൺവാണ്ടഡ് സർവീസസ് ആൻഡ് സോഫ്റ്റ്വെയർസ് റിമൂവ് ചെയ്യാനുള്ള ഫീച്ചർ. ഓക്കെ, നിങ്ങൾ ആകെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ലേറ്റസ്റ്റ് വെർഷൻ റൂഫേഴ്സിനെ ഡൗൺലോഡ് ചെയ്യുക. ഇപ്പോൾ ലേറ്റസ്റ്റ് വന്നിരിക്കുന്നത് 4.14 ആണ്. ഞാനൊരു പെൻ ഡ്രൈവ് പ്ലഗിൻ ചെയ്തിട്ടുണ്ട്. ദെൻ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മുടെ റൂഫർ സോഫ്റ്റ്വെയറിന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, നമ്മുടെ റൂഫർ സോഫ്റ്റ്വെയർ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ പെൻ ഡ്രൈവും ഷോ ചെയ്തിട്ടുണ്ട്, 16 GB പെൻ ഡ്രൈവ്. ദെൻ നമുക്ക് ഇനി വിൻഡോസിൽ വേണ്ട ഡിസ്ക് ഇമേജ് സെലക്ട് ചെയ്യാം, മീൻസ് നമ്മുടെ ISO ഇമേജിനെ. ഓക്കെ, ഇവിടെ ഞാൻ എൻ്റെ GPT പാർട്ടീഷനാണ് കൊടുക്കേണ്ടത്. നിങ്ങളുടെ സിസ്റ്റം MBR ആണ് GPT ആണ് ജസ്റ്റ് നിങ്ങൾ നോക്കുക. ദെൻ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് കൊടുക്കുക. ഗൈസ്, നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വിൻഡോയുടെ ഓപ്പൺ ആവും. ഈ ഒരു വിൻഡോ ആണ് നമുക്ക് ഇവിടെ വേണ്ടത്. മീൻസ് നമ്മുടെ ട്വീക്സ് ആണിത്. ഇതിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ സിസ്റ്റം പഴയതാണെങ്കിൽ 4 GB RAM ഒക്കെ ഉള്ള കമ്പ്യൂട്ടറൊക്കെ ആണെങ്കിൽ ഈ ഒരു ട്വീക്ക് ഓൺ ആക്കാം. ഇവിടെ ഞാൻ നമ്മുടെ മൈക്രോസോഫ്റ്റ് ID വെച്ച് ലോഗിൻ ചെയ്യണം, ആ പരിപാടി ഞാൻ കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഈ ഒരു സംഭവമാണ്. മീൻസ് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, നമ്മുടെ ബ്ലോട്ട് വേസിനൊക്കെ എടുത്ത് കളയാൻ പറ്റുന്ന ഒരു ട്വീക്കാണ് ഈ ഒരു സംഭവം. നമ്മുടെ കോപ്പൈലറ്റ്, ഓൺ ഡ്രൈവ്, പിന്നത്തെ ഫാസ്റ്റ് സ്റ്റാർട്ടപ്പ്, ആ സംഭവങ്ങളൊക്കെ എടുത്ത് കളഞ്ഞ് നമ്മുടെ കമ്പ്യൂട്ടറിനെ ടോട്ടലി ക്ലീൻ വിൻഡോസ് തരുന്ന ഒരു ഫീച്ചറാണ് ഇപ്പം നമ്മുടെ റൂഫേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊന്നും ടിക്ക് ചെയ്തിടാം. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ട്വീക്സ് ഒന്നും നിങ്ങൾ എനേബിൾ ചെയ്തോ. ഇപ്പം ഞാൻ ആ ട്വീക്കിനെ പറ്റി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമ്മുടെ ഓൺ ഡ്രൈവ് പിന്നെ കോപ്പൈലറ്റൊക്കെ കളയുന്ന ട്വീക്കിനെ പറ്റി മാത്രമേ ഈ വീഡിയോ ഞാൻ പറയുള്ളൂ. ബാക്കി നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. മീൻസ് നമ്മൾ ഗൂഗിളിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ അന്വേഷിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റത്തിന് കമ്പാറ്റബിൾ ആയിട്ടുള്ള ട്വീക്സ് നിങ്ങൾക്ക് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യാം. ഞാൻ ഇവിടെ ഇപ്പോൾ ചോദിച്ചാൽ നമ്മുടെ പെൻ ഡ്രൈവിന് ഫോർമാറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ ഞാൻ എൻ്റെ പെൻ ഡ്രൈവ് ഓൾറെഡി ഫോർമാറ്റഡ് ആണ്. ഞാൻ അവിടെ ഓക്കെ കൊടുക്കാണ്. നമ്മുടെ ബൂട്ടബിൾ പെൻ ഡ്രൈവ് റെഡി ആയതിനു ശേഷം നമ്മൾ എങ്ങനെയാണ് നമ്മുടെ വിൻഡോസ് നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത്, ആ ഒരു പാറ്റേൺ തന്നെ ഫോളോ ചെയ്യുക. വേറൊരു ഡിഫറൻസും ഇല്ല.